ഈശോയുടെ കൂടെ ഈശോയോട് ചേർന്നിരുന്ന ശിഷ്യന്മാരുടെ ഉള്ളിൽ നിന്നുമാണ് ആശ്ചര്യം നിറഞ്ഞ അത്ഭുതം നിറഞ്ഞൊരു ചോദ്യം ഉയരുന്നത്. വർഷങ്ങളായിട്ട് ജനനം മുതൽ ഇന്ന് വരെ നമ്മോട് കൂടെ നിൽക്കുന്ന എത്ര പേരെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലേക്ക് നാം നോക്കുമ്പോൾ മുൾപ്പടർപ്പിൽ കത്തിയിരിക്കുന്ന തീയായും അഗ്നിസ്തംഭമായും മേഘസ്തംഭവുമായിട്ട് ദൈവത്തിന്റെ മഹത്വം മനുഷ്യർക്ക് മുൻപിൽ വെളിപ്പെടുത്തപ്പെട്ട പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ ശക്തിയെയും അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. പൂർണ്ണമായിട്ടും അത്തരത്തിലുള്ള ഒരു അനുഭവം സാധ്യമാകുമ്പോഴാണ് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിലും എനിക്കും ഏറ്റുപറയുവാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വചനഭാഗങ്ങളാണ് ഈ ആഴ്ച തിരുസഭാ മാതാവ് ധ്യാനവിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈശോയുടെ കൂടെ ഈശോയോട് ചേർന്നിരുന്ന ശിഷ്യന്മാരുടെ ഉള്ളിൽ നിന്നുമാണ് ആശ്ചര്യം നിറഞ്ഞ അത്ഭുതം നിറഞ്ഞൊരു ചോദ്യം ഉയരുന്നത്. ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുണ്ടല്ലോ. ഈ ഒരു ചോദ്യം ചോദിക്കുന്നതിന് അല്പസമയം മുൻപാണ് വഞ്ചിയിൽ കിടന്നുറങ്ങുന്ന ഈശോയുടെ അടുക്കലേക്ക് ശിഷ്യന്മാർ ഓടിയെത്തിക്കൊണ്ട് ഗുരു ഞങ്ങളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഈശോ തൻ്റെ ഉറക്കത്തിൽ നിന്നും ഉണർന്നുകൊണ്ട് കാറ്റിനെയും കടലിനെയും ശാസിച്ച് അവരെ അപകടത്തിൽ നിന്നും രക്ഷിച്ച് അതിനുശേഷം ശിഷ്യന്മാർ ചെയ്ത കാര്യങ്ങളൊക്കെ മറന്നുപോയി. അവരുടെ സ്വഭാവം മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ വീണ്ടും ആശ്ചര്യം നിറഞ്ഞ ആ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെട്ടുകൊണ്ട് ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുണ്ടല്ലോ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ശിഷ്യന്മാരെ പോലെ നമ്മൾ പെരുമാറാറില്ലേ? ആശ്ചര്യത്തോടെ കൂടെ നിൽക്കുന്നവരെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ പലപ്പോഴും നാം അവരോട് പ്രവർത്തിച്ചിട്ടില്ലേ? നാം ഒന്ന് നമ്മോട് തന്നെ ചോദിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, പൂർണ്ണമായും നമുക്കറിയാവുന്ന, നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന എത്ര പേർ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന്. വർഷങ്ങളായിട്ട് ജനനം മുതൽ ഇന്ന് വരെ നമ്മോട് കൂടെ നിൽക്കുന്ന എത്ര പേരെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന പല വിവാഹമോചനങ്ങളുടെയും യഥാർത്ഥമായിട്ടുള്ളൊരു കാരണം ഈ ഒരു മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഇന്നത്തെ വചനത്തെ മാനുഷികമായ രീതിയിൽ ധ്യാനിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ധ്യാനചിന്ത നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ദൈവശാസ്ത്രപരമായിട്ട് ഇന്നത്തെ ഈ ഒരു വചനഭാഗത്തെ ധ്യാനിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. ഒന്നാമതായിട്ട് ഈശോനാഥൻ പ്രവർത്തിക്കുന്ന ഈ ഒരു അത്ഭുതം ഒരു ദൈവിക വെളിപ്പെടുത്തലിന്റെ ഭാഗമാണ്. രണ്ടാമതായിട്ട് നാം ചിന്തിക്കേണ്ട കാര്യം, ഈശോനാഥൻ വഞ്ചിയിൽ കിടന്നുറങ്ങുന്ന അവസ്ഥയിലാണ് ശിഷ്യന്മാർ വരികയും ഈശോയെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നത്. ഉറക്കത്തിൽ നിന്നും ഈശോയെ ഉണർത്തിയെങ്കിൽ മാത്രമേ ഈശോയ്ക്ക് അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ 2 ചിന്തകളെ നമുക്കൊന്ന് ധ്യാനിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഒന്നാമതായിട്ട് ദൈവിക വെളിപാടുകളെ പറ്റി ഒന്ന് ധ്യാനിക്കാം. ദൈവിക വെളിപാടുകൾ അല്ലെങ്കിൽ തിയോഫനി എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ മഹത്വം മനുഷ്യർക്ക് മുൻപിൽ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിരവധി ദൈവിക വെളിപ്പെടുത്തലുകൾ നടന്നിട്ടുണ്ട്. പഴയ നിയമത്തിലേക്ക് നാം നോക്കുമ്പോൾ മുൾപ്പടർപ്പിൽ കത്തിയിരിക്കുന്ന തീയായും അഗ്നിസ്തംഭമായും മേഘസ്തംഭവുമായിട്ട് ദൈവത്തിന്റെ മഹത്വം മനുഷ്യർക്ക് മുൻപിൽ വെളിപ്പെടുത്തപ്പെട്ട പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സൃഷ്ടവസ്തുക്കളെ ആശ്രയിക്കാതെ ദൈവം ക്രിസ്തുവിനെ ഉപയോഗിച്ചുകൊണ്ട്, ദൈവത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആ വെളിപ്പെടുത്തലുകളുടെ പൂർത്തീകരണത്തിലേക്ക് കടന്നു വരികയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പോഴും നാം പഴയ നിയമത്തിലെ സൃഷ്ടവസ്തുക്കളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിറകെ നാം തങ്ങി നിൽക്കുന്നത് ഈ അവസരത്തിലും ഈ കാലഘട്ടത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്ന പ്രബോധനങ്ങൾ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഈ അന്ധവിശ്വാസങ്ങളുടെയും പുറകെ പോകുന്ന ആളുകളായിട്ട് മാറുവാനല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിനെ ഏകരക്ഷകനായിട്ട് മനസ്സിൽ അംഗീകരിക്കുന്ന, വിശ്വസിക്കുന്ന ആളുകളായിട്ട് രക്ഷ പ്രാപിക്കുവാനാണ് തിരുസഭ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് യഥാർത്ഥമായ ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയുവാനും അതിൽ നമുക്ക് വിശ്വാസത്തോടെ നിലനിൽക്കുവാനും നമുക്ക് സാധിക്കുക.
പക്ഷേ പലപ്പോഴും അതിനെതിരായിട്ടാണ് സംഭവിച്ചു കൊണ്ടുപോകുന്നത്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 29-ാമത്തെ വാക്യത്തില് നമുക്ക് എന്തുകൊണ്ടാണ് തെറ്റുപറ്റുന്നതെന്ന് സുവിശേഷകൻ പറയുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ ശക്തിയെയും അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അത് തന്നെയാണ് കാരണം. നമുക്ക് ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയും ദൈവത്തിന്റെ ശക്തിയിൽ ആഴമായിട്ട് വിശ്വസിക്കാത്തതും കൊണ്ട് തന്നെയാണ് ശക്തമായവനെ നമുക്ക് വിശ്വസിക്കാതെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ മാത്രം നാം തങ്ങി നിൽക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ഞായറാഴ്ചത്തെ വിചിന്തനത്തില്, അല്ലെങ്കിൽ ഇന്നത്തെ വചനത്തിന്റെ വിചിന്തനത്തില് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതും നമ്മോട് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. എന്നിൽ മാത്രം വിശ്വസിക്കുന്നവരായിട്ട് മാറാൻ നിങ്ങൾ പരിശ്രമിക്കുക. അപ്പോൾ ആ വിശ്വാസം നിന്റെ ജീവിതത്തിലെ സഹനത്തിന്റെ നേരത്ത് നിന്നെ പിടിച്ചു നിർത്തും. അതാണ് യഥാർത്ഥമായ ക്രിസ്തീയ വിശ്വാസം. അതാണ് വെളിപാടുകൾ നമുക്കൊന്ന് പറഞ്ഞു തരുന്ന ആ ദൈവത്തിന്റെ മഹത്വം. രണ്ടാമത്തെ ചിന്ത ഇപ്രകാരമാണ്: വഞ്ചിയിൽ കിടന്നുറങ്ങുന്ന ഈശോയെ ഗുരു ഞങ്ങളെ രക്ഷിക്കണമെന്ന് വിളിച്ച് കരയുന്ന ശിഷ്യന്മാരുടെ ഒരു ചിത്രം നമുക്ക് സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അവരുടെ വിളി കേട്ടുകൊണ്ടാണ് ഉറങ്ങിക്കിടക്കുന്ന ഈശോ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ച് അത്ഭുതം പ്രവർത്തിക്കുന്നത്. മഹാപണ്ഡിതനായ സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിൻ ഈ ഒരു വചനഭാഗത്തെ വളരെ മനോഹരമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ സഭാപിതാവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമാണ്: നിന്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന ക്രിസ്തുവിനെ എഴുന്നേൽപ്പിക്കുവാനും അവനെ നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിപ്പിക്കുവാനും നിനക്ക് സാധിക്കുന്നുണ്ടോ? കാരണം നിന്റെ ഒരു അനുവാദം കൂടാതെ ക്രിസ്തുവിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങളായിട്ട് കാറ്റും കോളും ഒക്കെ കടന്നു വരുമ്പോൾ ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും എഴുന്നേൽപ്പിക്കുവാനായിട്ടും ആ ശക്തിയിൽ വിശ്വസിക്കുവാനും സാധിക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നിന്റെ ജീവിതത്തിന്റെ സഹനത്തിന്റെ നേരത്ത് നിനക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ നീ എല്ലാ ദിവസവും മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന ഒരാളായിരിക്കാം. കൂദാശകള് സമയാസമയത്ത് സ്വീകരിക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ ഉറങ്ങിക്കിടക്കുന്ന ഒരു ക്രിസ്തുവാണ് നിന്റെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ ആ ഒരു അനുഭവത്തിന്റെ തലത്തിലൂടെ നീ കടന്നു ചെന്നുകൊണ്ട് ക്രിസ്തുവിന് പുതുജീവൻ പകരുവാനായിട്ട് നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ പൂർണ്ണമായിട്ടും നിന്റെ ജീവിതത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകുക അസാധ്യമാണ്. പൂർണ്ണമായിട്ടും നമ്മുടെ സഹോദരങ്ങളിൽ ക്രിസ്തുവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് നമ്മുടെ കംഫോർട്ട് സോണുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ക്രിസ്തു അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിനെ ഉണർത്തി നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുവാനും ആ ഒരു അത്ഭുതത്തിന് മറ്റുള്ള വ്യക്തികൾക്ക് സാക്ഷ്യം നൽകുവാനും മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ അനുഭവമാക്കി മാറ്റുവാനും ഒക്കെ നമുക്ക് കഴിയുന്നത്. പൂർണ്ണമായിട്ടും അത്തരത്തിലുള്ള ഒരു അനുഭവം സാധ്യമാകുമ്പോഴാണ് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിലും എനിക്കും ഏറ്റുപറയുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നാം ഇന്നത്തെ ഈ ഒരു ധ്യാനം, ഈ ഒരു വചനഭാഗം ധ്യാനിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തിലും പറ്റിപ്പോയ വീഴ്ചകളെ പറ്റി ചിന്തിച്ചു നോക്കാം. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നിലൂടെ മാത്രം നാം നടന്നുകൊണ്ട് അതിന് പിന്നാലെ മാത്രം ഓടുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? അല്ലെങ്കിൽ യഥാർത്ഥമായ ഒരു ക്രിസ്തീയ വിശ്വാസം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശക്തി, ക്രിസ്തുവിൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഉറങ്ങുന്ന അനുഭവത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ, അല്ലെങ്കിൽ ഉയർപ്പിൻ്റെ ക്രിസ്തുവിലേക്കുള്ള ഒരു യാത്ര എൻ്റെ ജീവിതത്തിൽ നടത്തേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയുള്ള ഒരു ബോധ്യം എനിക്കുണ്ടോ? ഇത്തരത്തിൽ മാറ്റം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എനിക്കും ഉറപ്പായിട്ടും പറയാൻ സാധിക്കും, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുണ്ട്. ദൈവിക വെളിപാടുകൾക്ക് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മറുപടി പറയുവാനായിട്ട് സാധിക്കും. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.